പ്രേമേന്ദ്രൻ പണ്ടപ്പോഴോ 76-ലൊക്കെ അല്ലാതെ അടുത്ത കാലത്തൊന്നും കാണാത്ത ലോക്സഭാ കാഴ്ചയാണ് ഇന്ന് ഈ സ്പീക്കർ മത്സരം. അത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാത്തതുകൊണ്ട് മാത്രമാണോ, അതോ പ്രതിപക്ഷം ആരോപിക്കും മട്ടിൽ 17-ാം ലോക്സഭയിൽ പ്രതിപക്ഷ വിരുദ്ധമായി പ്രവർത്തിച്ച കൂട്ട സസ്പെൻഷനുകൾക്ക് കാർമ്മികത്വം വഹിച്ച ഓം ബിർള എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടേണ്ട എന്ന രാഷ്ട്രീയ വീക്ഷണമാണോ ശ്രീ കെ പ്രേമേന്ദ്രൻ? കൃത്യമായ രാഷ്ട്രീയ വീക്ഷണത്തോടു കൂടി തന്നെയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഇന്ത്യ മുന്നണി തീരുമാനിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു കൺസെൻസസിലൂടെ അല്ലാതെ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ബുൾഡോസ് ചെയ്ത തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ സാധ്യമല്ല എന്ന സന്ദേശം കൊടുക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ പ്രധാന ദൗത്യമാണ് എന്ന തിരിച്ചറിവ് തന്നെയാണ് ഈ മത്സരത്തിന് ആധാരമായ കാരണം. ഡെപ്യൂട്ടി സ്പീക്കർ പദവി എന്നുള്ളത് ഒരു സബ്ജക്റ്റീവായിട്ടുള്ള ഫാക്ടർ മാത്രമാണ്. കാരണം ഡെപ്യൂട്ടി സ്പീക്കർ പദവി തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന് അർഹതപ്പെട്ടതാണ്. പക്ഷെ ഒരു ചർച്ച, ഒരു കൂടിയാലോചന, സാധാരണഗതിയിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞ 2 പ്രാവശ്യവും സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ഞങ്ങളടക്കം പ്രതിപക്ഷത്തുള്ളവർ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മോഷൻസ് അല്ലെങ്കിൽ ഉപക്ഷേപം സഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് അത് പാസ്സാക്കി എടുക്കുകയായിരുന്നു. കക്ഷി രാഷ്ട്രീയ മുന്നണി വ്യത്യാസങ്ങൾക്കപ്പുറത്ത് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് ഇന്ത്യയുടെ ജനാധിപത്യ പാരമ്പര്യത്തിന്റെ, പാർലമെന്ററി ജനാധിപത്യ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. എന്നാൽ തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്, പല ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പ് നടന്നിട്ടുമുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം ജയിക്കും എന്നുള്ള വിശ്വാസത്തിലും പ്രതീക്ഷയിലും ഒന്നുമല്ല ഞങ്ങൾ കൊടിക്കുന്നിൽ സുരേഷിനെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച് ഈ മത്സരത്തിൽ മത്സരിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയത്. ഞങ്ങൾ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, ഇത്തരം കാര്യങ്ങളിൽ പാർലമെന്റ് എന്ന് പറയുന്നത് ബിലോങ്സ് ടു ദ ഹോൾ ഹൗസ്. അത് സ്പീക്കർ എന്ന് പറയുന്നതും പാർലമെന്റ് എന്ന് പറയുന്നതും ഭരണകക്ഷിക്കും പ്രതിപക്ഷ കക്ഷിക്കും തുല്യമായിട്ടുള്ള അവകാശമാണ്. അവിടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ 148 പാർലമെന്റ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തി നിർണായകമായ നിയമനിർമ്മാണങ്ങൾ നടത്തിക്കൊണ്ട് രാജ്യത്തിന്റെ പാർലമെന്ററി ജനാധിപത്യ പ്രക്രിയയും നിയമനിർമ്മാണ പ്രക്രിയയും ഒക്കെ വലിയ രൂപത്തിൽ അവഹേളിച്ചതടക്കമുള്ള നടപടികൾ ഒരു കാരണവശാലും ആവർത്തിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ശക്തമായ പ്രതിപക്ഷം വേണം. ഈ സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത 16ഉം 17ഉം ലോക്സഭകളിൽ ഒരു ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ്, ലീഡർ ഓഫ് ഒപ്പോസിഷൻ, LOP ഉണ്ടായിരുന്നില്ല. ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധി തന്നെ ആ ദൌത്യം ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ളത്. കാരണം ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷം നടത്തുന്ന പരിശ്രമങ്ങൾക്ക് നല്ല രാഷ്ട്രീയമായ അംഗീകാരം, പൊതു അംഗീകാരം കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞത്, ചർച്ച ചെയ്യുമ്പോൾ ഏകപക്ഷീയമായി അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടി അനുമതിയോടുകൂടി ശ്രീ ഓം ബിർള ലോക്സഭാ സ്പീക്കർ ആകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു നിർദ്ദേശമാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം 230-ലധികം അംഗങ്ങളുള്ള 543 അംഗ ലോക്സഭയിൽ 230-ലധികം അംഗങ്ങളുള്ള ഇന്ത്യ മുന്നണിക്ക് കിട്ടണം. ആർക്ക് കൊടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. പ്രതിപക്ഷ മുന്നണിയുടെ പ്രതിനിധിയെ ഡെപ്യൂട്ടി സ്പീക്കറാക്കി നിയോഗിക്കണമെന്നുള്ളതും ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ കീഴ്വഴക്കങ്ങളിലൊന്നാണ്. അപ്പോൾ അത് പാലിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മതിയായ ചർച്ച, ഒരു പ്രോപ്പർ ഫോർമൽ കൺസൾട്ടേഷൻ പോലും നടത്താതെ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയ സാഹചര്യത്തിൽ പ്രതീകാത്മകമായിട്ടുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുക, ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരമ്പരാഗതമായിട്ടുള്ള ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെ ചവിട്ടിമെതിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ മുഴുവൻ സഭയ്ക്ക് പുറത്തു നിർത്തി 2 ലോക്സഭാംഗങ്ങളെയാണ്. ചരിത്ര നിമിഷമായിരുന്നു ഇന്ന്. നേരത്തെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ശ്രീ രാഹുൽ ഗാന്ധി 17-ാം ലോക്സഭയിൽ നിന്ന് ശ്രീ ഓം ബിർള സ്പീക്കർ ഡിസ്ക്വാളിഫൈ ചെയ്ത് പുറത്താക്കിയയാളാണ്. വൻപിച്ച ജനകീയ അംഗീകാരം വാങ്ങി കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടല്ല, ഇന്ത്യ മുന്നണിയുടെ ദേശീയ പ്രതിപക്ഷത്തിന്റെ നേതാവായി, പ്രതിനിധിയായി ഇന്ന് ലോക്സഭയിൽ വന്നത്. ചരിത്രത്തിന്റെ ഏറ്റവും വലിയ അഭിമാനകരമായിട്ടുള്ള നിമിഷമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പ്രതീകാത്മകമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് ഞങ്ങൾ നടത്തിയത്. കൃത്യമായ രാഷ്ട്രീയ വീക്ഷണമാണ്. ആ രാഷ്ട്രീയ വീക്ഷണം ശരിയായിരുന്നു എന്ന് അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. കാരണം ഞങ്ങളെല്ലാം വളരെ പോസിറ്റീവായിട്ടല്ലേ ഞങ്ങളെല്ലാം പ്രതികരിച്ചത്. അദ്ദേഹത്തെ അഭിനന്ദിച്ചു. പാർലമെന്റ് കൂട്ടായി ചർച്ചകൾ വേണം, കൂടുതൽ ആരോഗ്യകരമായിട്ടുള്ള സംവാദങ്ങൾ വേണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, രാഹുൽ ഗാന്ധിയുടെ ചുരുങ്ങിയ സമയം നീണ്ട് എത്ര ഡിപ്ലോമാറ്റിക് ആയിട്ടായിരുന്നു അദ്ദേഹം ഇന്ന് നടത്തിയ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, ഒരു ടെക്സ്റ്റും നോക്കാതെ വളരെ എക്സ്റ്റംപോറന്റായി പക്വതയോടുകൂടി ദേശീയ പ്രതിപക്ഷ നേതാവിന്റെ ചുമതലയും ഉത്തരവാദിത്വവും വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടല്ലേ അദ്ദേഹം ആ പ്രഭാഷണം, അഭിനന്ദന പ്രസംഗം നടത്തിയത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അടിയന്തരാവസ്ഥയോട് ഞങ്ങൾക്ക് ആർക്കും യോജിപ്പില്ല. പക്ഷേ 50 വർഷം മുമ്പ് നടന്ന ഭരണപരമായിട്ടുള്ള ഒരു നടപടിയെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞാലും മനസ്സിലാവും, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പ്രസ്ഥാനമായിട്ടുള്ള കോൺഗ്രസിനെതിരായി സ്പീക്കർ പറയുക,
ശ്രീമതി ഇന്ദിരാഗാന്ധിക്കെതിരായി പറയുക, നിഷ്പക്ഷമായി നീതിയുക്തമായി പ്രവർത്തിക്കും, റോഡിൽ പറയുന്നതല്ല പാർലമെന്റിൽ പറയേണ്ടത് എന്ന് പറഞ്ഞ് നിമിഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് ആ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട ലോക്സഭാ സ്പീക്കർ വിസ്മരിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു സന്ദേശം നൽകുന്നുണ്ട്. അത് ഞങ്ങൾക്ക് നല്ലതുപോലെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം പഴയതുപോലെയൊക്കെയോ നടക്കൂ എന്നുള്ള ഒരു സന്ദേശം കൂടി നൽകുന്നുണ്ട് എന്ന് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കണം മറ്റൊരു പ്രധാനപ്പെട്ട രംഗം, സഭ കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരടക്കമുള്ളവർ പ്ലക്കാർഡ് പിടിച്ചു എന്ന് പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് സഭാ കവാടത്തിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തുക. ഗവൺമെന്റിലെ മന്ത്രിമാരടക്കം എന്താണ് കോൺഗ്രസ് മാപ്പ് പറയണം, 975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് അത് എത്രയോ ചർച്ച ചെയ്തു, അവർ തന്നെ തിരുത്തി, അതിലെ ദോഷങ്ങളെ സംബന്ധിച്ച് അവർ തന്നെ സമ്മതിച്ചു. ഒരു അടഞ്ഞ അധ്യായം പുനരുജ്ജീവിപ്പിച്ചെടുത്ത് ഭരണഘടനാ സംരക്ഷണത്തിന്റെ വക്താക്കൾ ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി രാഷ്ട്രീയമായി സത്യത്തിൽ സ്പീക്കർ പദവിയെ ദുരുപയോഗം ചെയ്യുന്ന നടപടിയാണ് സത്യത്തിൽ. അതുകൊണ്ടാണ് കസ്റ്റമറി പ്രാക്ടീസ് അനുസരിച്ച് ലോക്സഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചേംബറിലേക്ക് പോകുമ്പോൾ പ്രതിപക്ഷ കക്ഷി നേതാക്കൾ പോകാറുണ്ട്. ഇന്ന് ആ ചടങ്ങിന് അല്ലെങ്കിൽ ആ ഒരു കീഴ്വഴക്കവും ഞങ്ങൾ ലംഘിച്ചു. ഇതല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഈ നടപടിക്രമമല്ല ആഗ്രഹിക്കുന്നത്. ആരോഗ്യകരമായ ജനാധിപത്യ പ്രക്രിയയുടെ വേദിയായി ലോക്സഭയെ മാറ്റാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. അതിന് ഗവൺമെന്റ് തയ്യാറല്ലെങ്കിൽ അതിനനുരോധമായ നടപടികൾ സ്വീകരിക്കാൻ പ്രതിപക്ഷവും നിർബന്ധിതമാകും.